വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് സംസാരിക്കുന്നത് മലയാള സിനിമയിലെ വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. സിനിമാ താരങ്ങളുടെ പഴയകാല ചരിത്രം എന്ന് പറയുമ്പോൾ അവരുടെ ജീവചരിത്രത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അവരുടെ പഴയകാല ചരിത്രം റെഫറൻസായി കാണിച്ച സിനിമാ സീനുകളെ കുറിച്ചാണ്. പല പുതിയ സിനിമകളിലും പഴയകാല കഥ പറയുമ്പോൾ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളായ പല താരങ്ങളുടെയും അക്കാലത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് സിനിമകളിൽ കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില സിനിമാ രംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോഹൻലാൽ 1978 മോഹൻലാൽ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷെ ആ സിനിമ റിലീസായത് 2005 1978-80 കാലഘട്ടത്തിലെ മോഹൻലാലിന്റെ ചരിത്രം ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. 2018 സാജിദ് യഹിയ സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ, ഇന്ദ്രജിത് സുകുമാരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മോഹൻലാൽ. സിനിമയുടെ തുടക്കത്തിൽ നടൻ മോഹൻലാലും പ്രിയദർശനും മറ്റു കൂട്ടുകാരും ചേർന്നുള്ള ഒരു ചർച്ച കാണിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ മാത്രം മുഖം കാണിക്കുന്നില്ല. പുതിയ ആളാണെന്ന് തോന്നുന്നു. നവോദയുടെ സിനിമയല്ലടാ, സംവിധായകനാണ് നിന്നെ പോലെ പുതിയ ഒരാളാ. ഫാസിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഓഡിഷന് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നതും ആ ഒരു സിനിമയിലേക്ക് മോഹൻലാലിനെ സെലക്ട് ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം തന്നെ ആ ഒരു സിനിമയിലുണ്ട്. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. സിനിമയ്ക്ക് വേണ്ടി ഫോട്ടോ അയക്കാൻ തയ്യാറല്ലാത്ത മോഹൻലാലിന് വേണ്ടി സുഹൃത്തുക്കൾ തന്നെ ആ ഫോട്ടോ അയക്കുന്നതും ഫാസിലും സംഘവും മോഹൻലാലിനെ വില്ലനായി സെലക്ട് ചെയ്യുന്നതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി 1985 മമ്മൂട്ടിയെയാണ് 2025 രേഖാചിത്രം എന്ന സിനിമയിൽ കാണിക്കുന്നത്. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ആ സിനിമയിൽ ആസിഫ് അലിയും അനശ്വരയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തുന്ന മമ്മൂട്ടിയെയും ചില ഷൂട്ടിംഗ് രംഗങ്ങളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി കൂടാതെ മറ്റു ചില നടന്മാരുടെയും മറ്റു പ്രമുഖരുടെയും എല്ലാം തന്നെ പഴയ കാലം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മോക്ക് വേണ്ടി സിനിമ കരുതി വെച്ചത് കാലം എത്ര കടന്നുപോയാലും അതവിടെ ഉണ്ടാവും. രേഖാചിത്രം സിനിമയുടെ OTT റിലീസിന് ശേഷം അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്നതാണ്. മോഹൻലാൽ സിനിമയിൽ ശ്രീ മോഹൻലാലിനെ പിന്നിൽ നിന്ന് മാത്രം കാണിക്കുകയും മിമിക്രിക്കാരുടെ ശബ്ദം ഉപയോഗിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ രേഖാചിത്രം സിനിമയിൽ ഡ്യൂപ്പിനെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയും മുഖം AI ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ തന്നെ ആക്കി മാറ്റുകയുമാണ് ചെയ്തത്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടി തന്നെയാണ് ഡബ് ചെയ്തതും. പ്രിയപ്പെട്ട രേഖയ്ക്ക് സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ. സിൽക്ക് സ്മിത 1996 അവർ മരണപ്പെടുന്നത്. 1985-90 കാലഘട്ടങ്ങളിൽ അവർ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാലമായിരുന്നു. 2023 അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് വിശാൽ, SJ സൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മാർക്ക് ആന്റണി. ആ ഒരു സിനിമയിൽ സിൽക്ക് സ്മിതയുടെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഗാങ്സ്റ്ററുടെ സഹായം തേടി വരുന്ന സിൽക്ക് സ്മിതയാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഫിക്ഷനായ ഒരു കാര്യമായിരിക്കാം. സിൽക്ക് സ്മിതയുമായി മുഖസാദൃശ്യമുള്ള വിഷ്ണുപ്രിയ ഗാന്ധി എന്ന ഇൻസ്റ്റഗ്രാം താരമാണ് സിൽക്ക് സ്മിതയായി ആ സിനിമയിൽ അഭിനയിച്ചത്. VFXിലൂടെ അവരുടെ മുഖത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 1993 നടൻ അജിത് കുമാർ ആദ്യമായി നായകനായി അഭിനയിക്കുന്നത്. സെൽവ സംവിധാനം ചെയ്ത അമരാവതി എന്ന സിനിമയിലായിരുന്നു അത്. മാർക്ക് ആന്റണി സിനിമയിൽ അജിത് കുമാറിനെ അമരാവതി എന്ന സിനിമയിലേക്ക് സെലക്ട് ചെയ്ത സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ஆடிஷனுக்கு ஒரு பையன் வந்திருந்தான். പടം പേര് அமராவதிப்பா. പയ്യൻ പേര് அஜித் குமார்ப்பா. அஜித் குமார். இப்போ நீ யோசிச்சு சொல்றது பேரு നാളേക്ക് இந்த ഉലകം യോസിക്കാമ சொல்ல പോത്. 60കളിലും 70കളിലും പ്രേക്ഷകരെ ത്രസിപ്പിച്ച ഒരു ഹോളിവുഡ് നടനാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ്. ഒരുപാട് മലയാള സിനിമകളിൽ അദ്ദേഹത്തിന്റെ റെഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. കൊച്ചിലെ മുതൽ ഇംഗ്ലീഷ് ഇവിടെ മുടങ്ങാതെ കാണുമായിരുന്നു. ക്ലിന്റ് ഈസ്റ്റ്വുഡാ നമ്മുടെ ഹീറോ. ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ ഉണ്ട്. അതിലൊരു ഡയലോഗ് ഉണ്ട്. ഒരു തമിഴ് സിനിമയിലായിരുന്നു ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ പഴയകാലം കാണിച്ചത്. 2023 കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത് SJ സൂര്യ, രാഘവ ലോറൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജിഗർദണ്ഡ XX. ആ സിനിമയിൽ അലിയസ് സീസർ എന്ന കഥാപാത്രത്തെയാണ് രാഘവ ലോറൻസ് അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിന് ആ ഒരു പേര് ലഭിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് രംഗത്തിലാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡിനെ കാണിക്കുന്നത്. அம்மா வச்ச பேரெல்லாம் மாற்றக்கூடாது, உனக்கு ஒரு புது பேர் வைக்கிறேன்னு சொல்லிவிட்டு அவர் எனக்கு வச்ச பேர். உங்க பேர் என்ன? ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ പഴയ സിനിമകളിലെ രംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് VFXന്റെ സഹായത്തോടെ ഉണ്ടാക്കിയ പുതിയൊരു രൂപമാണ് സിനിമയിൽ കാണിക്കുന്നത്. അത് വളരെ വ്യക്തമായി കാണിക്കുന്നില്ല താനും. ഇന്ത്യയിലെ ഒരു സിനിമയിൽ തന്റെ റെഫറൻസ് വന്ന കാര്യം ക്ലിന്റ് ഈസ്റ്റ്വുഡ് അറിയുകയും ആ സിനിമ കാണുമെന്ന് പറയുകയും ചെയ്തിരുന്നു.
ഒരുപാട് ചാൻസ് തേടി നടന്ന് സിനിമയിലെത്തിയ ഒരാളാണ് ബോളിവുഡ് നടനായ ഗോവിന്ദ. അദ്ദേഹത്തിന്റെ സ്ട്രഗ്ലിംഗ് ആയ ആ ഒരു പഴയ കാലഘട്ടം ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. 2007 ഫറാഖ് ഖാൻ സംവിധാനം ചെയ്ത ഷാറുഖ് ഖാൻ ചിത്രമായിരുന്നു ഓം ശാന്തി ഓം. 1970കളിലെ ഫ്ലാഷ് ബാക്ക് ആണ് സിനിമയിൽ കാണിക്കുന്നത്. ആ ഒരു സമയത്ത് നടൻ ഗോവിന്ദ ചാൻസുകൾ തേടി നടക്കുന്ന ഒരു രംഗമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തന്നെയാണ് പറയുന്നത്. അത് ഷോർട്ടാക്കി ഗോവിന്ദ എന്ന് മാത്രമാക്കുകയും ചെയ്യുന്നതായി സിനിമയിൽ കാണിക്കുന്നു. ഗോവിന്ദയുമായി മുഖസാദൃശ്യമുള്ള ഒരാളെയാണ് ആ കഥാപാത്രത്തിനായി ഉപയോഗിച്ചത്. ഗോവിന്ദ തന്നെയാണ് ശബ്ദം നൽകിയത്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചാൻസ് തേടി നടന്നൊരു കാലഘട്ടത്തെ ഒരു മലയാള സിനിമയിൽ കാണിക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഇത്തരത്തിൽ പറയുന്നുണ്ട്. ആ ഒരു പ്രത്യേക സ്റ്റൈൽ കാണിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ലുക്കുള്ള ഒരു ഡ്യൂപ്പിനെയും സിനിമയിൽ കാണിക്കുന്നുണ്ട്. PJ ആന്റണി മലയാളത്തിൽ നിന്നും ആദ്യമായി മികച്ച നടനുള്ള നാഷണൽ അവാർഡ് നേടിയ വ്യക്തി. MT വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു PJ ആന്റണി അത് കരസ്ഥമാക്കിയത്. അദ്ദേഹത്തിന്റെ പഴയ കാലം മറ്റൊരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവരിൽ 2 പേർ കൊച്ചിയിൽ കപ്പലിറങ്ങി. സഖാവ് അലോഷിയും സഖാവ് PJ ആന്റണി. 2ാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം റോയൽ നേവിയിലായിരുന്നു. അവിടെ നിന്നും വിരമിച്ച ശേഷം നാടക കളരികൾ തുടങ്ങുകയും പിന്നീട് സിനിമയിൽ എത്തുകയും ചെയ്യുകയായിരുന്നു. ഞാൻ ഇവിടെ പച്ചാളത്ത് ഒരു നാടകക്കളരി തുടങ്ങാൻ പോവാ. താൻ അഭിനയിക്കേണ്ട ആള്. PJ ആന്റണിയായി അഭിനയിച്ചത് ആഷിഖ് അബു ആയിരുന്നു. ഫഹദ് വാസലിന്റെ ക്യാരക്ടറായ അലോഷിയുടെ കൂടെ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിട്ടാണ് PJ ആന്റണിയെ സിനിമയിൽ കാണിക്കുന്നത്. ആ ഒരു സുഹൃത്ത് ബന്ധവും കഥാപാത്രവും ഫിക്ഷനായി സിനിമയ്ക്ക് വേണ്ടി കൂട്ടിച്ചേർത്തതാണ്. ഇത്തരത്തിൽ പഴയ സിനിമകളിൽ നടന്മാരെ കാണിക്കാൻ വേണ്ടി പല സിനിമകളിലും ഡ്യൂപ്പുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ടെക്നോളജി മാറിയതോടെ ഇപ്പോൾ നടന്മാരുടെ പഴയകാല രൂപം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. AI ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ മലയാളത്തിൽ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ സിനിമാ താരങ്ങളുടെ പഴയ കാലത്തെ കാണിച്ച പുതിയ സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ പഴയ കാലത്തെ റെഫറൻസ് ചെയ്ത പല ഡയലോഗുകളെക്കുറിച്ചോ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്. മഞ്ഞ് കാണുന്നില്ലേ? ആക്ഷൻ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ വ്യത്യസ്തമായ ചില അനുഭവങ്ങളെക്കുറിച്ചാണ്. മതി. അതായത് പഴയ സിനിമയിലെ നടന്മാരെ സിനിമയിൽ വീണ്ടും കാണിക്കുന്നത്. അടാ സംസാരിക്കാൻ കഴിയുന്നടാ.